തറയിലേക്കുള്ള പാതയാണ് ഈ കാണുന്നത്. ഇപ്പോഴും NDRFന്റെ അധിക സംഘത്തെ അങ്ങോട്ടേക്ക് വിന്യസിക്കാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. അവിടെ അറ്റകുറ്റപ്പണികൾ റോഡ് ഓർഗനൈസേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം ഒരു മലയാളി ഉദ്യോഗസ്ഥൻ ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ എല്ലാം തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള മലയാളി ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ബിജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. സാറേ, എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റും? രാത്രി ഇടിഞ്ഞിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് രാത്രി തൊട്ട് പാറ പൊട്ടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ സംഭവത്തിന് അവിടെ എത്താൻ പറ്റിയിട്ടില്ല. അവിടെ എത്തണമെങ്കിൽ നാളെ ഉച്ചയോടെ അവിടെ ക്ലിയർ ആവും. മുൻവശത്ത് ഒരു ബ്രിഡ്ജ് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ഏകദേശം കണക്ക് പറയാം? ഇവിടുന്ന് 40 കിലോമീറ്ററോളം ഉണ്ട്. ഈ ഭാഗത്ത് പ്രശ്നമുണ്ട്. ഇതിന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏത് രീതി ഉണ്ട്? മുന്നോട്ടുള്ളിടത്തല്ല ഇതുപോലെ മെഷീൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ആൾക്കാരത് ക്ലിയർ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ വരുന്നത്? എങ്ങനെ ശരിയാക്കാം, എങ്ങനെ നന്നാക്കാം എന്നുള്ളത്? അല്ല, അതിപ്പോൾ റെഡിയാകും. നാളെ എന്തായാലും റെഡിയാകും. അവിടെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കൂട്ടത്തിൽ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സാർ, ഈ വയനാട്ടിലേക്ക് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? സെയിം വയനാടിന് അതേപോലെ തന്നെ മലപ്രദേശമല്ല ഇതും. അതുപോലെ തന്നെ ഉണ്ടായതാ ഉരുൾപൊട്ടൽ. അവിടെ അതുപോലെ തന്നെ ഉണ്ടായതാ. ആളുകളെ ഗംഗോത്രി മേഖലയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള മേഖലയൊക്കെ സുരക്ഷിതമാണോ? ഇപ്പൊ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം? ഗംഗോത്രി സുരക്ഷിതമാണ്. ഗംഗോത്രി അതൊരു കാവ് മാത്രമായിട്ട് ഇങ്ങനെ ഒഴുകി വന്നതാണ്. അവിടെ മേഘവിസ്ഫോടനം ഉണ്ടായിട്ട് അങ്ങനെ വെള്ളം ഒഴുകി വന്ന അവിടെ ഒഴിപ്പിക്കാനായിട്ട് മറ്റ് വഴികളില്ല അല്ലെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. വേറൊരു വഴികളും ഇല്ല. ഈ ഒരു വഴി ശരിയായി എടുത്താലേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പാത അത് NH 34ന്റെ ഭാഗമായിട്ടുള്ള പാതയാണ്. അത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും ഉദ്യോഗസ്ഥർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ പാതയ്ക്ക് തൊട്ട് മുകളിലായിട്ട് ഒരുപാട് NDRFന്റെയും SDRFന്റെയും സൈനികരുടെയും ഒരു സംഘം വിന്യസിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഈ റോഡ് അത് പണി പൂർത്തിയായാൽ മാത്രം, അതായത് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മുന്നോട്ടൊരു പാലം കൂടി തകർന്നിട്ടുണ്ട്. അവിടെ ഒരു ബെയിലി പാലം പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നിലവിൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഇതിനോടകം തന്നെ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി ധാരാളി ഗ്രാമത്തിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിക്കാൻ സാധിക്കും. അവർക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗം അതെന്തായാലും ഇപ്പോൾ ഒരുക്കി നൽകുകയാണ് ഇവിടെയുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ. പക്ഷേ വൈകുന്തോറും ആശങ്ക വർദ്ധിക്കുകയാണ്. കാലാവസ്ഥ വീണ്ടും മോശമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടുമിരിക്കുന്നുണ്ട്. ഉത്തരകാശിയിൽ നിന്നും വൈശാഖ് ജയപാലിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.